ജെറമിയ 1:8. നീ അവരെ ഭയപ്പെടണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടി ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ ആദരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. അപ്പൊ ഈ വചനം കേൾക്കുന്ന ആരൊക്കെയാണോ, ഏത് നിമിഷത്തിൽ ഏത് സാഹചര്യത്തിൽ നിന്ന് കേൾക്കുന്നോ എങ്കിലൊരു ആമേൻ പറഞ്ഞത് സ്വീകരിക്കുക. കാരണം യേശുവെ സ്തോത്രം, യേശുവെ സ്തുതി, യേശു ആരാധന, യേശു മഹത്വം. കർത്താവ് ഇത് കേൾക്കുന്ന ആരോടൊക്കെയോ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഭാരപ്പെടുത്തുന്ന വിഷയം ഈ നിമിഷം, ഇത് കേൾക്കുന്ന ഈ വചനം കേട്ട നിമിഷം തന്നെ, ഈ നിമിഷം അതിനെ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. അതെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അടിപ്പിണരുകളാൽ അപ്പ, യേശുവിന്റെ തിരുരക്തത്താൽ അപ്പ, അങ്ങ് തിരുരക്തത്താൽ ഇരിക്കുന്ന ആ സെക്കൻഡ് അപ്പ നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കുന്നെങ്കിൽ അപ്പ, യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ഇത് കേൾക്കുന്ന ആരൊക്കെയാണോ സഹനങ്ങളാൽ ബുദ്ധിമുട്ടുന്നത്, ഭാരപ്പെടുന്നത്, അപ്പ ജീവിക്കാൻ വഴിയില്ലാതെ വിഷമിക്കുന്ന, രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഓരോരുത്തരെയും ഈ വചനം കേൾക്കുന്ന ഏത് നിമിഷം അപ്പ അവരെ അനുഗ്രഹിക്കുന്നതേ ഓർത്ത്, അപ്പ അവര് വിഷമിക്കുന്നത് എന്താണോ അപ്പൊ ഇത് കേൾക്കുന്ന നിമിഷം തന്നെ അവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണേ തമ്പുരാനെ. അവർ ഭാരപ്പെടുന്നത് എന്ത് വിഷയമാണോ തമ്പുരാനെ, യേശുവിന്റെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പ, അങ്ങേക്ക് അസാധ്യമായ കാര്യമല്ലല്ലോ തമ്പുരാനെ. എങ്കിൽ ഈ നിമിഷം അവരെ അനുഗ്രഹിക്കുന്നതേ ഓർത്ത് നന്ദി പറയുന്നു തമ്പുരാനെ. അവരുടെ വിഷമങ്ങൾ എടുത്തു മാറ്റുന്നതിനെ ഓർത്ത് തമ്പുരാനെ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നപ്പ. അവരെന്ത് കാര്യങ്ങൾ അങ്ങയുടെ മുമ്പിൽ യാചിക്കുന്നു, മുട്ടുമടക്കി അങ്ങയുടെ മുമ്പിൽ എന്ത് യാചിക്കുന്നു എങ്കിൽ ഈ നിമിഷം അതങ്ങ് നൽകുന്നതേ ഓർത്ത് നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ സ്തുതിയായിരിക്കണമേ. ആമേൻ.